പിന്മാറാൻ തയ്യാറാകാതിരുന്നത് എന്നുള്ളതാണ്. ഒരു വേളയിൽ അവിടെ ഹോർമസ് പൂർണ്ണതോതിൽ തുറക്കാൻ വരെ ഇറാൻ അനുമതി നൽകുകയും കപ്പലുകൾക്ക് യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്കുകളുമായി വരാനും പോകാനും ഒക്കെ ഇടവുണ്ടായിരുന്നു. അതിന് ഇറാൻ അവരുടെ ഭാഗത്തുള്ളൊരു ശ്രമം നടത്തി. പക്ഷെ അമേരിക്ക നാവിക ഉപരോധം പിൻവലിക്കാനുള്ള വലിയ സമ്മർദ്ദങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയിട്ടും അതിൽ നിന്ന് പിൻവാങ്ങാൻ അവർ തയ്യാറായില്ല. അവർ പക്ഷേ അതിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമാബാദിൽ ചർച്ച നടന്നതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായേനെ. അതെന്തുകൊണ്ടാണ് എന്നുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ചോദ്യത്തിന് അമേരിക്ക ഒരു കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടോ MCA? ഇതിലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്, ഒരു കരാർ ആദ്യം വരണം. കരാർ വരികയാണെങ്കിൽ നാവിക ഉപരോധം പിൻവലിക്കാം. അതോടൊപ്പം തന്നെ നേരത്തെ മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പിൻവലിക്കാം. പക്ഷേ കരാറിന് ഇറാൻ തയ്യാറാകണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആണവായുധവുമായി ബന്ധപ്പെട്ട കരാറാണ്. ആണവായുധം തങ്ങൾ നിർമ്മിക്കാൻ പോകുന്നില്ല എന്ന പലവരും ഇറാൻ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രമായില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായിട്ടും അമേരിക്കക്ക് കൈമാറണം. യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെക്കണം. അതോടൊപ്പം തന്നെ ഹോർമസ് കടലിടുക്കിന് മേലുള്ള പരമാധികാരം ഇറാന് മാത്രം വകവെച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതും നൽകാൻ സാധിക്കില്ല. അതായത് ഇറാൻ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങളിൽ ഒന്നുപോലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഒരു തുറന്ന ചർച്ചക്കോ അമേരിക്ക തയ്യാറായില്ല. പൂർണ്ണമായും തങ്ങൾ ഉദ്ദേശിക്കുന്ന ഉപാധികൾ ഇറാൻ അംഗീകരിക്കുകയും അങ്ങനെ ഒരു കരാറിലേക്ക് എത്തിച്ചേരുകയും ആണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഇറാനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താം എന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ച നിലപാട്. ഇത് പല ഘട്ടങ്ങളിലായിട്ട് സൈനിക നേതൃത്വവും ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും ഇന്ന് പലവട്ടം ചർച്ച ചെയ്തു. ഒടുവിലാണ് ഇത്തരം സൈനികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിലുള്ള ചർച്ചകളിൽ വന്നാലും അതിലൊരു കരാർ ഒപ്പിട്ടാൽ പോലും ആ കരാർ നടപ്പാക്കാനോ അല്ലെങ്കിൽ കരാറുമായിട്ട് മുന്നോട്ട് പോകാനോ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം പിന്നത്തെ പതിറ്റാണ്ടുകളിലൊക്കെയും തങ്ങൾക്കുണ്ടായ ദുരനുഭവം അതാണ് തെളിയിക്കുന്നത്. കാരണം ഇപ്പോൾ പോലും ഒരു 2 ആഴ്ച വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ലബനാനിലെ വെടിനിർത്തൽ വരണമെന്ന് പറഞ്ഞ ഘട്ടത്തിലും അതിനെ നിരാകരിക്കുന്ന സമീപനമായിരുന്നു അമേരിക്കയും ഇസ്രായേലും സ്വീകരിച്ചത്. ഒടുവിൽ ഗത്യന്തരം ഇല്ലാതെയാണ് ഒടുവിൽ 10 ദിവസത്തേക്ക് ലബനാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അതേ തുടർന്ന് ഹോർമസ് കടലെടുത്ത് തുറന്നു കൊടുക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കേണ്ടതായിരുന്നു. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ ഒരു ചരക്ക് കപ്പൽ പിടികൂടുകയും അതിലെ ജീവനക്കാരെ ഇപ്പോൾ പോലും വിട്ടയക്കാതെ ഒരു സമീപനം അമേരിക്ക സ്വീകരിക്കുമ്പോൾ ആ ദാർഢ്യത്തോട് ഒത്തുപോകാനാവില്ല. അങ്ങനെ അതിൽ നല്ലത് യുദ്ധമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് തങ്ങൾ എത്തുന്നതായാണ് ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ആ ഒരു പ്രതികരണമാണ് മധ്യസ്ഥ രാജ്യങ്ങളെ ഇറാനും അറിയിച്ചിരിക്കുന്നത്. അതോടുകൂടിയാണ് ചർച്ച വഴിമുട്ടുകയും കൂടുതൽ സംഘർഷാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മേഖല മാറുന്നതിന്. നാളെ രാവിലെ 5:30 ഇന്ത്യൻ സമയം 5:30-6 മണിയാണല്ലോ ഈ വെടിനിർത്തൽ അവസാനിക്കാനുള്ള അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ നിലവിലുള്ള സീസ് ഫയർ അവസാനിക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ അതിനുശേഷം ഇരു രാജ്യങ്ങളും നേർക്കുനേർ വരും എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നുണ്ട് 2 വശത്തു നിന്നും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. MCA അതാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൈനികമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജെറാൾഡ് ആർ ഫോർഡ് എന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ തന്നെ ചെങ്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പലും ഈ മേഖലയിൽ സജീവമാണ്. 100 കണക്കിന് പോർ വിമാനങ്ങളുണ്ട്. 10,000-ലേറെ സൈനികരെയും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ അമേരിക്ക നേരിടുന്ന പ്രധാന പ്രശ്നം, കാരണം ഇപ്പോൾ തന്നെ ആയുധങ്ങളുടെ ലഭ്യത വളരെ കുറവാണ്. ആ ആയുധങ്ങൾ കൂടുതലില്ല എങ്കിൽ ഒരു ദീർഘകാല യുദ്ധത്തിന് അമേരിക്കക്ക് വലിയ പ്രതിസന്ധി നേരിടും. പ്രത്യേകിച്ച് ഒരു കരയുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ ഹോർമസിന്റെ ഭാഗത്ത് വലിയ സുരക്ഷ ഒരുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ കാർഗ് ദ്വീപ് പിടിച്ചടക്കുക എന്ന ചില ലക്ഷ്യങ്ങൾ അത് ഒരു പക്ഷേ നിറവേറ്റിയാൽ പോലും അവിടെ സൈന്യത്തെ നിലയുറപ്പിക്കുക, അവിടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് അതിസങ്കീർണമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും. കാരണം ഭൂപരിധി പ്രകാരം വളരെ എളുപ്പത്തിൽ തന്നെ ഇറാന് അമേരിക്കൻ സൈനികരെ ആക്രമിക്കാനും കൊന്നൊടുക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പെന്റഗൺ തന്നെ നേരത്തെ ആശങ്ക അറിയിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് വിനാശകരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് കുറെ കൂടി ആലോചിച്ച് ഒരു ഡിപ്ലോമാറ്റിക് പരിഹാരം വേണമെന്നൊരു അഭിപ്രായത്തിലേക്ക് അമേരിക്കയും വന്നിരുന്നു. പക്ഷേ ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് കൈക്കൊണ്ട പ്രകോപനമായിട്ടുള്ള നിലപാടുകളും കടുത്ത സമീപനങ്ങളുമാണ് ഈ ചർച്ച ഇടയാക്കിയതിലെ പ്രധാന ഘടകം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
പിന്നെ ദീർഘകാല യുദ്ധത്തിലേക്കാണെങ്കിൽ, ഒരു കരയുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കക്കെതിരെ ഒരു മേൽക്കോയ്മ തങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുമെന്ന ഒരു അവകാശവാദം അവരും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഈ വെടിനിർത്തൽ പിന്നിട്ടാലുള്ള സ്ഥിതിഗതികൾ. പരമാവധി ഈ രാത്രി അടുത്ത ഒരു 3-4 മണിക്കൂറിനുള്ളിൽ നയതന്ത്ര നീക്കങ്ങൾ പല തലങ്ങളിലായിട്ട് തുടരുന്നുണ്ട്. റഷ്യയെയും ചൈനയും ഒക്കെ ഇടപെടിച്ചുകൊണ്ട് ഇറാനെ പ്രേരിപ്പിക്കുന്നുണ്ട് ചർച്ചയ്ക്ക് വരാൻ വേണ്ടി. പക്ഷേ ഇറാൻ ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നതും. ശരി, അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇറാൻ അമേരിക്ക സംഘർഷത്തിനിടയിൽ പുറത്തു വരുന്നത്. കാരണം ഇസ്ലാമാബാദ് ചർച്ച, 2ാം ഘട്ട ചർച്ച ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം വരെ പുറത്തു വരുന്ന വാർത്തകൾ. ഇസ്ലാമാബാദിലേക്ക് ആരെയും അയക്കുന്നില്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജെ.ഡി. വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും ഇസ്ലാമാബാദിലേക്കില്ല. അങ്ങനെയെങ്കിൽ ഇസ്ലാമാബാദ് ചർച്ചയില്ല എന്ന് നമുക്ക് കാണേണ്ടി വരും.